നമസ്കാരം. എൻ്റെ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലീന. ഇന്ന് ഞാനിവിടെ കൃഷ്ണഗാഥയിലെ ഏതാനും വരികളാണ് പറയാൻ പോകുന്നത്. ചെറുശ്ശേരി നമ്പൂതിരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ കൃതി ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗവത കഥ തികച്ചും സ്വതന്ത്രവും നൂതനവുമായ രീതിയിൽ പാടുകയാണ് ചെറുശ്ശേരി ചെയ്തത്. AD 1446 മുതൽ 1465 വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. ഉദയവർമ്മൻ കോലത്തിരിയും ചെറുശ്ശേരിയും തമ്മിൽ ചൂത് കളിക്കുന്നതിനിടയിൽ കളിയിൽ രാജാവ് തോൽക്കുമെന്നായപ്പോൾ ഇത് കണ്ടുകൊണ്ടു നിന്ന റാണി കുഞ്ഞിനെ ഉറക്കാനെന്ന മട്ടിൽ എന്നിങ്ങനെ പാടി. ഇത് കേട്ട് മനസ്സിലായ രാജാവ് കാലാൾ ഉന്തുകയും കളിയിൽ രാജാവ് ജയിക്കുകയും ചെയ്തു. എന്നാൽ രാജാവ് ഇതേ ഈണത്തിൽ ചെറുശ്ശേരിയോട് ഒരു കവിത രചിക്കുവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ചെറുശ്ശേരി നമ്പൂതിരി എഴുതിയതാണ് കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ കൃതി ശ്രീകൃഷ്ണൻ്റെ ഉൽപ്പത്തി മുതൽ സ്വർഗാരോഹണം വരെയുള്ള 47 അധ്യായങ്ങളിൽ കൃഷ്ണനാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. സൗന്ദര്യം, സ്നേഹം, ആനന്ദം എന്നിവയുടെ പ്രതീകമായാണ് ചെറുശ്ശേരി കൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശൃംഗാരത്തിനും വീരത്തിനും കൃഷ്ണഗാഥയിൽ പ്രാമുഖ്യം കാണാം. ശൃംഗാരം, വീരം എന്ന് പറയുന്നത് നവരസങ്ങളിൽ പെട്ടതാണ്. മലയാള ഭാഷയിൽ നമ്മൾ 9 രസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ശൃംഗാരവും വീരവും. ഉപമ, ഉൽപ്രേക്ഷ തുടങ്ങിയ പല അലങ്കാരങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത്. പണ്ട് കാലത്ത് കവികൾ കവിത എഴുതുമ്പോൾ വൃത്തവും അലങ്കാരവും ഒക്കെ നോക്കിയാണ് കവിത എഴുതിയിട്ടുള്ളത്. വൃത്തത്തിനെക്കുറിച്ചും അലങ്കാരത്തെക്കുറിച്ചൊക്കെ പിന്നാലെ വരുന്ന വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഇന്ദിരാ തന്നെ പുഞ്ചിരിയായൊരു ചന്ദ്രികാമെയ്യിൽ പരക്കയാലെ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ എന്നിങ്ങനെ ആണ് കൃഷ്ണഗാഥ ആരംഭിക്കുന്നത് തന്നെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വേണുഗാനം എന്ന ഭാഗമാണ്. വേണുഗാനം ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനായി വളരുന്ന കാലം. ജ്യേഷ്ഠനായ ബലരാമനോടും കൂട്ടുകാരോടുമൊത്ത് വൃന്ദാവനത്തിൽ കാലിമേക്കാൻ പോകുന്നു. വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാൻ ഓടക്കുഴലൂതുന്നു. ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് വൃന്ദാവനത്തിലെ ജീവജാലങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണമാണ് ഈ ഭാഗത്തിൻ്റെ സന്ദർഭം. അപ്പോൾ നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകാം. രാഗങ്ങൾ ഓരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങ് പാടുന്നേരം വൃന്ദാവനം തന്നിലുള്ളൊരു ജീവങ്ങൾ നന്ദിച്ചു നിന്നതേ മന്ദം മന്ദം. ഭഗവാൻ ഓടക്കുഴൽ വായിക്കുന്നത് ഓരോ രാഗങ്ങളായിട്ടാണ്. ആ ഓരോ രാഗങ്ങൾ ഇങ്ങനെ ഭഗവാൻ പാടുന്നു. മേളത്തിൽ ഇങ്ങനെ പാടുന്നത് കേട്ട് വൃന്ദാവനത്തിലുള്ള ജീവജാലങ്ങളെല്ലാം നന്ദിച്ചു നിന്നതേ മന്ദം മന്ദം. അതെല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി നിന്നു. നന്ദിക്കുക എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക, സന്തോഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എങ്ങനെയാണ് അവർ നിന്നത്? ഷഡ്പദമാലകൾ അത്ഭുതമായൊരു പുഷ്പരസത്തെ വെടിഞ്ഞുടനെ ഗാനമായി മേവിന തേനെ കുടിപ്പാനായി ആനനം തങ്കലെ ചെന്ന് പൊക്കും. ഷഡ്പദമാലകൾ, ഷഡ്പദങ്ങളുടെ കൂട്ടം. മാല എന്ന് വെച്ചാൽ അർത്ഥം കൂട്ടം എന്നാണ്. ഷഡ്പദങ്ങൾ എന്ന് പറയുമ്പം ചിത്രശലഭങ്ങൾ, വണ്ടുകൾ, തേനീച്ചകൾ ഇതൊക്കെയാണല്ലോ തേൻ കുടിക്കാൻ വരുന്നത്. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്തു? അത്ഭുതമായൊരു പുഷ്പരസത്തെ വെടിഞ്ഞുടനെ. പുഷ്പരസം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണല്ലോ, പൂവിൽ നിന്നാണ് തേൻ ഉണ്ടാകുന്നത്. അതിൻ്റെ ആ മധുരം നമുക്കറിയാം. ആ തേനിൻ്റെ പുഷ്പരസത്തെ വെടിഞ്ഞിട്ടിട്ട് എന്ത് ചെയ്തു? ഗാനമായ മേവിന തേനെ കുടിപ്പാനായി ആനന്ദം തങ്കലെ ചെന്ന് പൊക്കു. ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ആ ഗാനമാകുന്ന തേൻ കുടിപ്പാനായിട്ട് ഭഗവാന്റെ മുഖത്തിനരികിലേക്ക് ചെന്ന് നിന്നു. ആനനം എന്ന് വെച്ചാൽ മുഖം എന്ന അർത്ഥം. കോകിലജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മൂകങ്ങളായങ്ങ് നിന്നുപോയി ചേണുറ്റ വേണുതൻ തേനുറ്റ നാദത്തെ താനുറ്റ നാദത്തിൻ മീതെ കേട്ട്. കോകിലജാലങ്ങൾ എന്ന് പറഞ്ഞാൽ കുയിലുകൾ എന്ത് ചെയ്തു? കോലക്കുഴൽ കേട്ട് മൂകങ്ങളായി നിന്നു. ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് മിണ്ടാനാവാതെ നിന്നു. ചേണുറ്റ വേണുതൻ തേനുറ്റ നാദത്തെ താനുറ്റ നാദത്തിന് മീതെ കേട്ട്. ഉയർന്നു കേട്ട ആ വേണുഗാനം, ആ തേനൊലിക്കുന്ന ആ ഗാനം എന്തു ചെയ്തു? താനുറ്റ നാദത്തിന്, താൻ പാടിയ പാട്ടിനേക്കാൾ മീതെ കേട്ടിട്ട്
എന്തു ചെയ്തു? വേലപ്പെടാതെ താൻ മാനിച്ചു നിന്നിട്ട് ചാലപ്പറപ്പിൽ പറിപ്പാന എന്ന പോലെ ഒന്നും അനങ്ങാനാവാതെ ആ പാട്ട് കേട്ട് നിന്നുപോയി. കേകി നിരകളും വേഗത്തിൽ ചെന്നിട്ട് കൂകിക്കുഴഞ്ഞൊരു കണ്ഠവുമായി നീലത്തഴയായ പീലിപ്പുറം തന്നെ ചാലപ്പരത്തി വിരിച്ചു ചെമ്മേ. കേകി നിരകൾ മയിലുകളും എല്ലാം ഒത്തിരി മയിലുകളുണ്ട്. അതോ കേകി നിരകളെന്ന് പറയുന്നത്. അവരെന്തോ ചെയ്തു? കൂകിക്കുഴഞ്ഞൊരു കണ്ഠവുമായി. മയിലുകൾ ശബ്ദം പുറപ്പെടുവിക്കുമല്ലോ, അവരുടെ ആ ശബ്ദം അങ്ങനെ കൂകിക്കുഴഞ്ഞ് ആ കഴുത്തുമായി അവർ നീലത്തഴയായ പീലിപ്പുറം തന്നെ ചാലപ്പരത്തി വിരിച്ചു ചെമ്മേ. അവരുടെ പീലികൾ ഇങ്ങനെ നീലത്തഴയായിട്ട് പറഞ്ഞേക്കുന്നത്. തഴ എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന തഴപ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആ പീലി ഇങ്ങനെ വിടർത്തി നിന്നു. പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ ആടിത്തുടങ്ങിയത് മെല്ലെ മെല്ലെ. ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുന്നതിനനുസരിച്ച് അവർ മെല്ലെ ഇങ്ങനെ ആടിത്തുടങ്ങി, നൃത്തം ചെയ്ത് തുടങ്ങി. പുണ്യതമങ്ങളായുള്ള മരങ്ങളും കണ്ണൻ കുഴൽ വിളി കേട്ട നേരം തേനിറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. പുണ്യതമങ്ങളായ മരങ്ങൾ, വൃന്ദാവനത്തിൽ ഒരുപാട് പുണ്യവൃക്ഷങ്ങളുണ്ട്. കടമ്പ്, നീലക്കടമ്പ്, അതുപോലെ യമുനാ നദിയുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്തു? കണ്ണൻ്റെ ഓടക്കുഴൽ നാദം കേട്ട നേരം തേനിറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. ആ പൂവിലെല്ലാം തേൻ നിറഞ്ഞ ആ പൂവെല്ലാം താഴോട്ട് പൊഴിച്ചിട്ടിട്ട് ആ ചില്ലകളെല്ലാം താഴ്ത്തി ഭഗവാനെ വന്ദിച്ചു നിന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നന്ദി.